ജോസഫ് പുതുശ്ശേരി, ഇപ്പോൾ ആ പോലീസ് അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയായിരുന്നു. ഇടത് നേതാക്കൾ തന്നെ പറയുകയാണ് ആ പ്രസംഗത്തിനൊരു പുതിയ വ്യാഖ്യാനം ആ നേതാക്കൾ നൽകുകയാണ്. അതായത് നമ്മുടെ സമൂഹത്തിലുള്ള അധസ്ഥിതരായ വിഭാഗങ്ങൾ അവർ നേരിടുന്ന പ്രയാസങ്ങൾ, അവർ നേരിടുന്ന വിവേചനങ്ങൾ പറയാൻ, അതിന് ഊന്നൽ നൽകാനാണ് സജി ചെറിയാൻ ശ്രമിച്ചത് എന്നാണ് അവരൊക്കെ പറയുന്നത്. അങ്ങനെയായിരുന്നോ ആ പ്രസംഗം കേട്ടപ്പോൾ താങ്കൾക്ക് അങ്ങനെയാണോ തോന്നിയത്? ഒരിക്കലും അല്ല എന്ന് മാത്രമല്ല, ഭരണഘടനയോട് അവഹേളനപരമായ സമീപനമാണ് സജി ചെറിയാന്റെ പ്രസംഗത്തിൽ ഉടനീളം നിർവഹിച്ചതെന്ന് വ്യക്തമാണ്. ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി കൊടുത്തയാളാണ്. ആ പരാതിയോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് എന്റെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അതിന്റെ പൂർണ്ണ രൂപം CD സമർപ്പിച്ചതുമാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് എന്താ, കോടതിയിൽ ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം CD പോലും സമർപ്പിച്ചിട്ടില്ല. അതിനെതിരെ പോലീസിനെതിരെയുള്ള കർക്കശമായ വിമർശനം ഹൈക്കോടതി നിന്നുണ്ടായിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ഇടത് നേതാക്കൾ പറയുന്നതിന് യാതൊരു ന്യായീകരണമില്ല. കാരണം സജി ചെറിയാൻ പാർട്ടി നോമിനിയാണ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. അദ്ദേഹം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ്. ആ മന്ത്രിക്ക് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രസംഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. പാർട്ടിക്ക് വ്യത്യസ്തമായ അഭിപ്രായം കാണും. അത് ഭരണഘടനയോടുള്ള വിയോജിപ്പും വിമർശനവും പറയുന്നത് മനസ്സിലാക്കാം. അതല്ല, ഇത് ഭരണഘടന രാജ്യത്തിന് ഗുണകരമല്ലെന്നും സാധാരണക്കാരന് ഗുണകരമല്ലെന്നും കൊള്ളയടിക്കാനുള്ളതാണെന്നും കുന്തവും കുറച്ചക്രവും ഒക്കെയാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത് പറഞ്ഞാൽ പൂർണ്ണമായും ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത്. അതിന് യാതൊരു ന്യായീകരണവും ഇല്ല. ഇടതുമുന്നണി നേതാക്കൾ താങ്കളടക്കം ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള സാക്ഷികൾ അവരുടെ മൊഴി അല്ലെങ്കിൽ അവർ പറഞ്ഞ പരാതി അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല പോലീസ്. എന്തുകൊണ്ട്? അവർ നേരിട്ട് ആ പ്രസംഗം കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നേരിട്ട് പ്രസംഗം കേട്ടിട്ടില്ലാത്തവർ ആ സമയത്ത് അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ ആ പ്രസംഗം പൂർണ്ണമായും പകർത്തിയിരുന്നു. അത് കേട്ടിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും പരാതിയായി മൊഴിയൊക്കെ നൽകിയിട്ടുണ്ടാവുക. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം കേരള പോലീസിനുണ്ട്. ആ റിപ്പോർട്ട് ലഭിക്കാൻ പോലും കാത്തുനിന്നില്ല. അത്രയും തിടുക്കമായിരുന്നു. അതെ, നിശ്ചയമായും. കാരണം ഇവിടെ നേരിട്ട് പ്രസംഗം കേട്ടിട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല. കാരണം സജി ചെറിയാൻ അഭിസംബോധന ചെയ്യുന്ന പേരുകൾ തുടങ്ങി സജി ചെറിയാൻ പ്രസംഗം അവസാനിപ്പിക്കുന്നത് വരെയുള്ള മുഴുവൻ കാരണം ഫേസ്ബുക്ക് ലൈവാണ്. മുഴുവൻ ആളുകളും, ലോകം മുഴുവനുള്ള ഇത് കേൾക്കാൻ ആഗ്രഹിച്ച മുഴുവൻ ആളുകളും കേട്ട കാര്യമാണ്. ഫേസ്ബുക്ക് ലൈവിൽ അന്ന് സംപ്രേഷണം ചെയ്തതാണ്. രണ്ടാമത്, ആ പ്രസംഗം മുഴുവനായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഒക്കെ ധാരാളം പ്രചരിച്ചതാണ്. ഞാൻ ആ ഡയറക്റ്റായ പ്രസംഗത്തിന്റെ CD കോപ്പി എടുത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ സമർപ്പിച്ചത്. അപ്പം പ്രസംഗം നേരിട്ട് കേട്ടില്ല എന്ന് പറയുന്നതിൽ ഈ സാങ്കേതിക വളർച്ച ഉണ്ടായി ഈ കാലത്ത് അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം പ്രസംഗം നേരിട്ട് കേട്ടുന്നതിനേക്കാൾ വ്യക്തമായി ഈ ലൈവ് ആയി ഫേസ്ബുക്കിലൂടെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ പ്രസംഗം ഇപ്പോഴും ഉണ്ടല്ലോ, എന്റെ കയ്യിലുണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ആ പ്രസംഗം ഇപ്പോൾ കേട്ടാൽ അതിന്റെ വ്യക്തത മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹത്തെ ഭരണഘടനയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിത്യക്കള്ളിയില്ലാതെ രാജിവെക്കേണ്ടി വന്നതും അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ എന്തിനാണ് അന്ന് രാജിവെച്ചത്? അന്ന് നിക്കക്കള്ളിയില്ല. ആദ്യം പ്രതിരോധിച്ച് നോക്കിയെങ്കിലും നിന്ന് വരയ്ക്കാൻ കഴിയില്ല എന്ന് വന്ന നിവൃത്തികാരിന്റെ അവസരത്തിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നില്ലേ? അത് ഭരണഘടനയോടുള്ള നിന്നയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഭരണഘടനാപരമായ സങ്കല്പങ്ങളോട് വിദൂര ബന്ധമുള്ള പരാമർശങ്ങളുടെ പേരിൽ രാജി ഉണ്ടായിട്ടുള്ള സംസ്ഥാനമല്ലേ കേരളം? അപ്പൊ അത്തരം രാജികൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഇവിടെ ഭരണഘടന തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഭരണഘടന പരിപാലിക്കുമെന്നും അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മന്ത്രി ആ ഭരണഘടനയെ, നമ്മള് വിശുദ്ധ ഗ്രന്ഥമെന്ന് കരുതുന്ന ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഇരിക്കുന്ന കമ്പ് മുറിക്കുന്നതിന് തുല്യമാണ്. അതിന് യാതൊരു ന്യായീകരണവുമില്ല. ഇപ്പോ കോടതി എടുത്തിരിക്കുന്ന കേസ് തേച്ചു മാറ്റി കളയാൻ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ചൊൽപ്പടിയിൽ നിർത്തി കേസ് തേച്ചു മാറ്റി കളയാനുള്ള ശ്രമം നടത്തിയതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി വിശദമായ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയാണ്. സത്യസന്ധരായ ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം അന്വേഷണം നടത്താൻ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും
പിന്നെ പുറത്തു വരാൻ കഴിയും. അപ്പൊ അങ്ങനെ അന്വേഷിച്ചാൽ ഇവിടെ പോലീസിനെ ചൊൽപ്പിടിയിൽ നിർത്തിക്കൊണ്ട് സജി ചെറിയാനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് ഇവിടെ നടന്നതെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നതിലൂടെ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതാണ് ശരി, വളരെയധികം നന്ദി ശ്രീ ജോസഫ് എം പുതുശ്ശേരി. സംസാരിച്ചത് അദ്ദേഹം പരാതിക്കാരൻ കൂടിയാണ്.